വിലക്കുറവിൽ കന്നുകാലികളെ വാങ്ങി അവയെ കൊന്നുതള്ളി പലതവണ ഇൻഷുറൻസ് കൈക്കലാക്കി ക്ഷീരകർഷകൻ. മലപ്പുറം കുറ്റിപ്പുറം എടച്ചലത്താണ് ഈ കൊടുംക്രൂരത നടന്നിരിക്കുന്നത്. സംഭവത്തിനെതിരെ ക്ഷീരകർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കർഷകരുടെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. കുറ്റിപ്പുറം എടച്ചലത്താണ് ക്ഷീരകർഷകന്റെ കൊടുംക്രൂരത ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. വിലക്കുറവിൽ കന്നുകാലികളെ വാങ്ങി ഭാരതപ്പുഴയിൽ തള്ളുകയാണ് ക്ഷീരകർഷകനായ അഹമ്മദ് കുട്ടിയുടെ പതിവെന്ന് ക്ഷീരകർഷക സംഘം പ്രവർത്തകർ പറയുന്നു. വെള്ളവും ഭക്ഷണവും നൽകാതെ ഇവയെ പുഴയോരത്ത് കെട്ടിയിട്ട് ദിവസങ്ങൾക്ക് ശേഷം ചത്ത കന്നുകാലികളെ വെട്ടിനുറുക്കി കൊന്നു തള്ളുന്നതായാണ് പ്രദേശവാസികളായ ക്ഷീരകർഷകർ പറയുന്നത്. ഭക്ഷണം ആരും കൊടുക്കും. രാവിലെ കറക്കുക, ഉള്ളത് ഊറ്റുക, കെട്ടിയിട്ട് പോവുക, പിറ്റേ ദിവസം രാവിലെ വരിക. ഇതാണ് ഇവിടുത്തെ അനുഭവം. ഇതേമാതിരി ഒന്ന് പകലന്നൂരുണ്ട്. അതും അവിടുത്തെ ആൾക്കാർ കണ്ടുപിടിക്കട്ടെ. വില കുറവിൽ പശുവിന് എടുക്കുക. അത് 12 റുപ്യ, 15 റുപ്യ, 20 റുപ്യക്കൊക്കെ പശുവിന് എടുത്തിട്ട് 70 റുപ്യ, 80 റുപ്യക്കൊക്കെ ഇൻഷൂർ ചെയ്യുക. ഇൻഷൂർ ചെയ്തിട്ട് ഇതാ കണ്ടില്ലെങ്കിൽ ഈ സ്ഥലത്ത് കൊടുത്തിട്ട് ഇതേപോലെ കൊടുത്ത് കെട്ടിയിട്ട് കുറഞ്ഞ കാലം കൊണ്ട് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഇത് ചാവുകയാണ്. ചത്തിട്ട് പിന്നെ ഇൻഷൂറിന് ആളെ കൊടുത്തിട്ട് ഈ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഇതിൽ കാശ് മേടിച്ച. ഇതാണ് ഇവൻ്റെ ഐഡിയ. ഇത്തരത്തിൽ ഇയാൾ 6ഓളം പശുക്കളെയാണ് കൊന്നു തള്ളിയത്. വലിയ തുകയിൽ ഇൻഷുറൻസ് കൈക്കലാക്കാനാണ് മിണ്ടാപ്രാണികളോട് ഇയാളുടെ ഈ ദ്രോഹ നടപടി. മൃഗഡോക്ടറുടെ ഒത്താശയോടെയാണ് ഇയാൾ ഇത്തരത്തിൽ ഇൻഷുറൻസ് തുക കൈക്കലാക്കുന്നതെന്നാണ് ആക്ഷേപം. മൃഗഡോക്ടറോട് ഇക്കാര്യം അറിയിച്ചെങ്കിലും ക്ഷീരകർഷകർ പോസ്റ്റ്മോർട്ടം ആവശ്യവുമായി എത്തിയാൽ അത് ചെയ്തു കൊടുക്കുക അല്ലാതെ നിവർത്തിയില്ലെന്നാണ് പറഞ്ഞതെന്നും സംഭവത്തിനെതിരെ പ്രതിഷേധവുമായി എത്തിയ കർഷകർ വ്യക്തമാക്കുന്നു. ഡോക്ടർ എന്താ പറഞ്ഞറിയോ? ഡോക്ടർ പറഞ്ഞത് എനിക്ക് അവർ വന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്യല്ലാതെ മറ്റു വഴികളില്ല എന്നുള്ള. പിന്നെ അതും നല്ല ഈ സംഘത്തിൻ്റെ സെക്രട്ടറി ഇത് വ്യക്തമായിട്ട് അറിയുന്ന ആളാണ്. അവരിവിടെ വന്ന് ഫോട്ടോ എടുത്താൽ ഇപ്പോൾ ആ ആൾ ഇവിടെ വന്നിരുന്നു. ആ ആൾ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് മുങ്ങി. അങ്ങനെ മെയിനായിട്ട് സെക്രട്ടറിയും കൊടുക്കണതിൽ ഞങ്ങളിപ്പോൾ ഇന്നലെ മിനിയാന്ന് ഞാനിത് അറിഞ്ഞ സംഭവം. ഇങ്ങനെ പുഴയിൽ പശുവിനെ വെട്ടി മുറിച്ച് പുഴ നടുവിൽ തള്ളിയിട്ടുണ്ട്. അതിങ്ങനെ ബാവാക്ക പോത്തിനെ നോക്കുന്ന ഒരാളത് കണ്ടത്. ഞങ്ങൾ വന്ന് നോക്കുമ്പോഴൊന്നും കണ്ടില്ല. ഞങ്ങൾ കുറേ സ്ഥലം അന്ന് തിരഞ്ഞു മിനിയാന്ന്, അന്നൊന്നും കണ്ടില്ല. ഇന്നാണിപ്പോൾ കുട്ടിതാക്ക് അത് തിരഞ്ഞപ്പോഴാണ് ഇത് കണ്ടത്. എന്നിട്ട് ഞങ്ങളൊക്കെ വിളിച്ചു വരുത്തി. ഇതാണ് പുഴയിലാണിത് ചെയ്താണ്. ഈ പീസാക്കിയിട്ട് പുഴയിൽ എറിഞ്ഞടക്കുക. അങ്ങനെയാണ് പിന്നെ ഇത് സെക്രട്ടറിയോട് ചെന്ന് പറഞ്ഞത്രേ, ഞാൻ ഇത് പീസാക്കി കഷ്ണമാക്കിയിട്ട് അവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ കുഴിച്ചിട്ടിട്ടില്ല. അവൻ ഇത് 3-4 തവണയായിട്ട് 3-4 പ്രാവശ്യമായിട്ട് 3-4 തവണയിട്ട് അവിടെ ഇവിടെയൊക്കെ പൊന്തയിലിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഈ കുളക്കാട്ടിൽ അംസാക്ക എന്ന് പറഞ്ഞ ഒരാൾ പോത്തിനെ നോക്കാൻ, ബാവാക്ക എന്ന് പറഞ്ഞ ഒരാൾ പോത്തിനെ നോക്കാൻ വേണ്ടി വന്നപ്പോൾ ഇതിൻ്റെ സ്മെല്ല് കേട്ടിട്ട് പോത്തുകൾ ഓടിയപ്പോഴാണ് ഇയാൾ ഇത് എന്താണെന്ന് നോക്കിയപ്പോഴാണ് ഈ പൈക്കുള്ള തലയും കാലും എടുത്തുടിയിൽ, കുടലും എടുത്തുടിയിലും മറ്റൊടുത്തുടിയിലായിട്ട് അവയവങ്ങളൊക്കെ എടുത്തുടിയിലായിട്ട് ഞങ്ങൾ കാണുന്നത്. ഇത്രയും ക്രൂരത ഞാൻ ആടിനെ വളർത്തുന്നുണ്ട്, പയ്യനെ വളർത്തുന്നുണ്ട്, കോയിനെ വളർത്തുന്നുണ്ട്, പ്രാവിനെ വളർത്തുന്നുണ്ട്, തത്തനെ വളർത്തുന്നുണ്ട്. ഇതിനൊക്കെ നല്ല സംരക്ഷണത്തോട് കൂടിയിട്ടാണ് ഇതാവുന്നത്. ഇന്നാലും പോലും കൂടി ഞാൻ എവിടുന്നെല്ലാം വെള്ളം എത്തിക്കൊണ്ടിരുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ അയച്ചുകൾക്ക് തിന്നാനും വെള്ളം കൊടുക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു ഗതി ഇനി ഒരാൾക്കും, അതായത് ഓനെപ്പോലെ ഇനി ഇതേമാതിരി പിന്തുടരുകയാണെങ്കിൽ അതായത് ഇത് അവസാനിച്ചേ മതിയാവും. ഇനി ഒരു രക്ഷയില്ല ഈ കാര്യത്തിൽ. മിണ്ടാപ്രാണികളെ പണത്തിനു വേണ്ടി കൊല്ലാക്കൊല ചെയ്യുന്ന ഇയാൾക്കെതിരെ സംഘടിച്ചിരിക്കുകയാണ് ക്ഷീരകർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കർഷകർ. ഈ ക്രൂരപ്രവൃത്തി തടയണമെന്നും ഇയാൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുമാണ് ക്ഷീരകർഷകരുടെ ആവശ്യം. ഈ ചാനൽ കുറ്റിപ്പുറം. ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.